അവിദഗ്ധമായി ബ്രേക്കിട്ടതാണ് അപകട കാരണമെന്നും മറ്റുമുള്ള വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. പിടിയിലായവർ കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ പിറന്നാൾ പാർട്ടി ആഘോഷിക്കാനെത്തിയ 32 പേർ പോലീസിന്റെ പിടിയിലായി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്നായിരുന്നു ഈ സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 32 പേർ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ എത്തിയത്. ഈ 32 പേരിൽ ഏറെ ദുഃഖകരമായ കാര്യം 18 പേർ പ്രായപൂർത്തി ആകാത്തവരാണ്. ബാക്കി ഉള്ളവർ മാത്രമാണ് പ്രായപൂർത്തി ആയിട്ടുള്ളവർ. എന്തായാലും ഈ 32 പേരും ഈ തീക്കാറ്റ് സാജന്റെ ഇൻസ്റ്റാഗ്രാമിലെ റീലുകൾ, സാഹസിക റീലുകൾ കണ്ട് ആകൃഷ്ടരായി എത്തിയവരാണ്. ഈ തീക്കാറ്റ് സാജന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ആണ് ഈ എത്തിയവരിൽ മുഴുവൻ പേരും. ഈ ഫോളോവേഴ്സിനെ ഉൾപ്പെടുത്തി തീക്കാറ്റ് സാജൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും അത് മാറ്റി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഈ ഗ്രൂപ്പിൽ ആയി പിന്നീട് ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റുകളെല്ലാം ഈ ഗ്രൂപ്പിൽ തീക്കാറ്റ് സാജൻ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ ഇത്തരത്തിൽ ഈ സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനായി തെക്കേ ഗോപുരനടയിൽ എത്തിയെന്നും മാത്രമല്ല അവിടെ വെച്ച് കേക്ക് മുറിക്കാനുള്ള പ്ലാൻ ഉൾപ്പെടെ ഇവർ നേരത്തെ കൂട്ടിച്ചെയ്തത്. ഇതനുസരിച്ചാണ് ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്നത്. ഈ എത്തിച്ചേർന്ന ഈ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച്, അതായത് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിങ് വിവരം നേരത്തെ തന്നെ മണത്തറിഞ്ഞു. ഈ വിവരം ഉടൻ ഈസ്റ്റ് പോലീസിന് കൈമാറി. ഈസ്റ്റ് പോലീസ് ഞൊടിയിടയിൽ 4 പോലീസ് ജീപ്പുകളിലായി എത്തിയ പോലീസ് സംഘം ഈ യുവാക്കളെ വളയുകയായിരുന്നു. ഈ വളഞ്ഞ സമയത്ത് ഈ യുവാക്കൾ 32 പേര് ഓടി രക്ഷപ്പെടാൻ ഉള്ള ഒരു ശ്രമം നടത്തി. ഇതിനിടെ ഇവർ വളഞ്ഞിട്ട് ഈ 32 പേരെയും പിടികൂടി തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. എത്തിച്ച ശേഷം ഈ പ്രായപൂർത്തിയാവാത്ത 18 പേരുടെ വീട്ടുകാരെ, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം കാര്യങ്ങൾ ഉപദേശിച്ച ശേഷം ഈ പ്രായപൂർത്തിയാവാത്ത 18 പേരെയും രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു. പ്രായപൂർത്തിയായ ബാക്കിയുള്ള 14 പേരെ നിസാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് വിട്ടയക്കുകയായിരുന്നു. എന്തായാലും നമുക്കറിയാം, നാളുകൾക്ക് മുൻപ് സമാന രീതിയിൽ ആവേശം സിനിമ മോഡൽ ഗുണ്ടാ പാർട്ടി നടത്തിയ ഒരു സംഭവം തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു. കൊറ്റൂരിലുള്ള ഒരു പാടശേഖരത്തിന് നടുവിലാണ് കുപ്രസിദ്ധ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഈ ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തി അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുകയും പോലീസിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്നലെ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിന്റെ നഗര ഹൃദയത്തിൽ, അതായത് പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കുന്ന ഇത്തരത്തിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇത്തരത്തിൽ ഈ ഗുണ്ടകൾ അവരുടെ റീല്, അവരുടെ വലിയ സിനിമ മോഡലിലും സ്ലോ മോഷനിലുമുള്ള റീലുകൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുന്നു. ഈ റീലുകൾ കണ്ടാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഇതിൽ ആകൃഷ്ടരായി ഇവരുമായി ബന്ധം പുലർത്താനുള്ള ശ്രമം നടക്കുന്നത്. ഈ സാജൻ പുത്തൂർ സ്വദേശിയാണ്. ഒല്ലൂർ സ്റ്റേഷൻ ലിമിറ്റിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. വധശ്രമം ഉൾപ്പെടെ 17 അധികം കേസുകൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളാണ് ഇത്തരത്തിൽ ഈ യുവാക്കളെ, പ്രായപൂർത്തിയാവാത്തവരെയും ആയവരെയും ഉൾപ്പെടെ ഇത്തരത്തിൽ വിളിച്ചു ചേർത്ത് ആവേശം മോഡൽ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി നടത്താനുള്ള ഒരു ആഹ്വാനം വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകുകയും അതനുസരിച്ച് ഇത്തരത്തിൽ യുവാക്കൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. എന്തായാലും പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇത്തരം പാർട്ടി നടത്താനുള്ള ശ്രമം പോലീസ് പൊളിച്ചത്. അത് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിങ് അതിന് വലിയൊരു പങ്ക് വഹിച്ചു. ഈ വിവരം നേരത്തെ കൂട്ടി അവർക്ക് അറിയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഉടനടി ഈ വിവരം ഈസ്റ്റ് പോലീസിലേക്കും പോലീസ് ഞൊടിയിടയിൽ അധികം നേരം വൈകാതെ തന്നെ ഈ തെക്കേ ഗോപുരനടയിലേക്ക് എത്തുകയും ഇവർ വളഞ്ഞിട്ട് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു പാർട്ടി നടത്തിയത് നേരത്തെ കുറ്റൂരിൽ ഉണ്ടായ സമാന രീതിയിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയായിരുന്നെങ്കിൽ പോലീസിന് തന്നെ അതൊരു വലിയ നാണക്കേടാകുമായിരുന്നു. ആ ഒരു ശ്രമമാണ് പോലീസിന്റെ സംയോജിത ഇടപെടലിലൂടെ ഇന്നലെ പൊളിച്ച് കൊടുത്തത്. എന്തായാലും
നിലവിൽ ഇപ്പോൾ എല്ലാവരെയും വിട്ടയച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രായപൂർത്തിയായവർക്കെതിരെ കേസെടുക്കുകയും പ്രായപൂർത്തിയാകാത്തവരെ വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വിവരം ധരിപ്പിച്ച ശേഷം അവർക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണത കൂടി വരികയാണ് എന്നത് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഗുണ്ടകളിൽ ആകൃഷ്ടരാകുന്ന യുവാക്കൾ ഏറി വരികയാണ് എന്നത് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായത്. നേരത്തെ പാർട്ടി നടത്തി അതിന്റെ റീലുകൾ, അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ച ശേഷമാണ് വിവരം പോലീസ് ഉൾപ്പെടെ അറിയുന്നത്. മാധ്യമങ്ങൾ വാർത്ത നൽകിയത് മൂലം അത് വലിയൊരു വിവാദമായിരുന്നു. വലിയ ചർച്ചകൾക്കെല്ലാം വഴിവെച്ച ഒരു സംഭവമായിരുന്നു കുറ്റൂരിലെ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ നടത്തിയ പാർട്ടി. പക്ഷെ അന്ന് അത് പാർട്ടി നടത്തുന്ന വിവരം പോലീസിന് അറിയാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് അതിന് പകരം പോലീസ് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ തരത്തിൽ പാർട്ടി നടത്തുന്നുണ്ടെന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി പോലീസ് തന്നെ ഇടപെട്ട് ആ ഒരു ശ്രമം പൊളിക്കുകയായിരുന്നു ഉണ്ടായത്. ആതിര. വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം, പിടിയിലായവർ കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ പിറന്നാൾ പാർട്ടി ആഘോഷിക്കാനെത്തിയ 32 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്വസ്ഥമായി ജീവിക്കാനൊരിടമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കോഴിക്കോട് പണിക്കർ റോഡിലെ 20-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. 41 വർഷങ്ങൾക്ക് മുന്നേ കോർപ്പറേഷൻ പണി കഴിച്ച ഫ്ളാറ്റ് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പരാതിയുമായി നിരവധി തവണ കോർപ്പറേഷൻ കയറിയിറങ്ങിയെങ്കിലും പരിഹാരമില്ലെന്നാണ് താമസക്കാരുടെ ആക്ഷേപം. നമ്മളെ കലക്ടറടുത്ത് പോയി എല്ലായിടത്ത് പോയിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. നമ്മളെ